ഏവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ നിഷാദ് എസ് കെ, സീനിയർ കൺസൾട്ടന്റ് ഇൻ ഇന്റേണൽ മെഡിസിൻ ആൻഡ് ഡയബറ്റിസ്. പ്രാക്ടീസിനിടയിൽ ധാരാളം ആളുകൾക്ക് ഉണ്ടാകുന്നൊരു സംശയമാണ്, രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ഇപ്പോൾ നോർമലാണ് ഡോക്ടറെ, ഇനി എനിക്ക് പഞ്ചസാര ഉപയോഗിക്കാമല്ലോ, അല്ലെങ്കിൽ ചായയിൽ പഞ്ചസാര ഉപയോഗിക്കാമല്ലോ, അല്ലെങ്കിൽ മധുരമടങ്ങിയ ആഹാര സാധനങ്ങൾ കഴിക്കുന്നതിൽ തെറ്റുണ്ടോ ഡോക്ടറെ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ സ്ട്രെസ് ചെയ്യുന്നു, ഷുഗർ കുറവല്ല, മറിച്ച് ഷുഗർ നോർമൽ ആയിട്ടുള്ള വ്യക്തികളാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അതിനുള്ളൊരു ഉത്തരം തീർച്ചയായും മധുര ആഹാര സാധനങ്ങളും പഞ്ചസാര അടങ്ങിയ ആഹാര സാധനങ്ങളും നിങ്ങളുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നോർമൽ ആണെങ്കിൽ പോലും കഴിക്കാൻ പാടില്ല. അപ്പോൾ മധുരം കഴിച്ച് ഡയബറ്റീസ് ട്രീറ്റ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ മധുരം ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുന്നത് കാരണം പ്രമേഹത്തിന് ദോഷമൊന്നുമില്ല എന്നുള്ള അറിവുകളൊക്കെ നിങ്ങൾക്ക് പലപ്പോഴും കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നോർമലാണ് എന്നുള്ളത് മധുരം കഴിക്കാനുള്ള ഒരു ലൈസൻസായി പലരും കാണുന്നുണ്ട്. അത് തെറ്റാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ ലഭ്യമായ ഊർജത്തെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ കൂടിയാണ് പ്രമേഹം. ഈ ഒരു അവസ്ഥയിൽ നാം കഴിക്കുന്ന മരുന്നുകൾ കാരണം, ഇൻസുലിൻ കാരണം, വ്യായാമം കാരണം, പല കുഴപ്പങ്ങൾ കാരണം നിങ്ങളുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയാം, അല്ലെങ്കിൽ കുറഞ്ഞു തുടങ്ങാം. ആ സമയത്തെല്ലാം നാം ഉപയോഗിക്കാൻ പാടില്ലാത്ത ആഹാര സാധനങ്ങൾ നാം കഴിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അത് കാരണം പല മെറ്റബോളിക് ഡിസ്ഫങ്ഷൻസും, അതായത് ഉപാപചയ പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകാം. ഉദാഹരണത്തിന് പഞ്ചസാര നാം ചേർക്കുകയാണെങ്കിൽ പഞ്ചസാരയിലുള്ളത് ഗ്ലൂക്കോസും ഫ്രക്ടോസുമാണ്. ബിസ്ക്കറ്റ് കഴിക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പിൻ്റെ അംശങ്ങളുണ്ട്. ബ്രെഡ് കഴിച്ചിരുന്നാലും, ബേക്കറി പ്രൊഡക്ട്സ് കഴിച്ചിരുന്നാലും, ജ്യൂസ് കുടിച്ചിരുന്നാലും ഇതെല്ലാം അൾട്രാ പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസ് ആണ്. ഇവയെല്ലാത്തിനും നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ മെറ്റബോളിക് ഫംഗ്ഷനും ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നതിനും ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടുന്നതിനും കാരണക്കാരാണ്. ഓരോ തവണയും നിങ്ങളുടെ ഷുഗർ നോർമൽ ആകുമ്പോൾ ക്ഷീണം വരുമോ എന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, അത് പ്രത്യേകിച്ചും മധുരമടങ്ങിയത് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കാരണം ശരീരത്തിന് ദോഷമുണ്ടാകും. എന്നാൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞു പോകുന്ന അവസ്ഥയാണെങ്കിൽ, ഉദാഹരണത്തിന് ഗ്ലൂക്കോസിൻ്റെ അളവ് 70-ൽ താഴെയോ 60-ൽ താഴെയോ, അതിനോടൊപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ നാം അതിനെ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയും. അതൊരു അപകടകരമായ കാര്യമാണ്. ആ സമയങ്ങളിൽ നിങ്ങൾക്ക് മധുരമടങ്ങിയ ആഹാര സാധനങ്ങൾ കഴിക്കുന്നതിന് നാം ഒരിക്കലും വിലക്കില്ല. പക്ഷേ നാം വിലക്കുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ ഷുഗർ നോർമൽ റേഞ്ചിലാണ്. ആ സമയങ്ങളിൽ ഒരു പ്രമേഹമുള്ളവർ എടുക്കുന്ന അമിതമായ, അല്ലെങ്കിൽ പ്രമേഹമുള്ളവർ ഉപയോഗിക്കുന്ന പഞ്ചസാരയും മധുര പലഹാരങ്ങളെയും എതിർത്തുകൊണ്ടാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കാം. നാം പറയുന്നൊരു എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയും. അതായത് രക്തക്കുഴലിൽ ഉള്ളിലുള്ള കോശങ്ങളുടെ പ്രവർത്തനക്ഷമതയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഷുഗറിൻ്റെ അളവ് പെട്ടെന്ന് കുറയുകയും കൂടുന്നതും കാരണം ഉണ്ടാകാം. ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടാം. മാത്രമല്ല, നാം ശ്രദ്ധിക്കുക, പ്രമേഹം നാം ചികിത്സിക്കുന്നത് ഷുഗർ നിയന്ത്രിച്ച് നിർത്തുന്നതിന് വേണ്ടി മാത്രമല്ല, ഭാവിയിൽ വരാവുന്ന കോംപ്ലിക്കേഷൻസ്, സങ്കീർണതകൾ, ഹൃദ്രോഗ സംബന്ധമായി, കിഡ്നി സംബന്ധമായി, ഞരമ്പ് സംബന്ധമായി, കണ്ണ് സംബന്ധമായി മറ്റുമെല്ലാം ഉണ്ടാകുന്ന സങ്കീർണതകളെ ചെറുത്ത് തോൽപ്പിക്കുക. ആ ഒരു ദീർഘവീക്ഷണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രമേഹമുള്ളവർക്ക് തീർച്ചയായും ആവശ്യമാണ്. അപ്പോൾ ഷുഗർ നോർമലാണ്, അത് പഞ്ചസാര കഴിക്കാനുള്ള ഒരു ലൈസൻസായി കാണരുത്. നന്ദി, നമസ്കാരം.